ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുഞ്ഞൂസ് കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്നിവിടെ ഒരു പുട്ട് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അരിപ്പുട്ടും ഗോതമ്പ് പുട്ടും ഒക്കെ തയ്യാറാക്കാറുണ്ട്. അപ്പോൾ അതിനേക്കാളൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് സേമിയ കൊണ്ടുള്ളൊരു പുട്ടാണ്. അപ്പോൾ സേമിയ വെച്ചിട്ട് നമ്മൾ ഉപ്പുമാവൊക്കെ നമ്മൾ തയ്യാറാക്കാറുണ്ട്. പക്ഷേ പുട്ട് ഒന്ന് വെറൈറ്റി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. അപ്പോൾ ഞാനതിനായിട്ട് 150 ഗ്രാമിൻ്റെ ഒരു വെർമിസെല്ലിയുടെ പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപയോഗിച്ചിട്ട് ഒരു 5 എണ്ണമൊക്കെ ഞാൻ തയ്യാറാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ള ഒരു പാക്കറ്റ് തന്നെയാണ്. അധികം വിലയൊന്നുമില്ല. ഒരു 19 രൂപയുള്ളൂ. ഈ ഒരു പാക്കറ്റ് കൊണ്ട് നമുക്ക് 5 പേർക്ക് 5 എണ്ണം നമുക്ക് തയ്യാറാക്കാം. ഇത് ഞാൻ പൊട്ടിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ നൈസായിട്ടുള്ള ഒരു വെർമിസെല്ലിയാണ്. ഇത് വറുത്തതൊന്നല്ല, സാധാരണ വറക്കാത്ത വെർമിസെല്ലിയാണ്. വളരെ സോഫ്റ്റായിട്ടുള്ള, അധികം കനമൊന്നും ഇല്ലാണ്ട്, കണ്ടില്ലേ, നല്ല കനം കുറഞ്ഞിട്ടുള്ള വെർമിസെല്ലിയാണ്. അപ്പോൾ ഇനി ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ചൂടുവെള്ളമാണ്. എന്നുവെച്ചാൽ വെട്ടി തിളപ്പിച്ചിട്ട് കൈ കൊടുക്കാൻ അങ്ങനെ ഒഴിക്കുന്ന വെള്ളമൊന്നുമല്ല. തിളപ്പിച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട്, അതായത് നോർമൽ ചൂട് അത്രയേ ഉള്ളൂ, അതൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ സേമിയ ഒന്ന് കുതിർന്ന് കിട്ടാനുള്ള വെള്ളം അത്രയേ ഉള്ളൂ. അല്ലാണ്ട് പ്രത്യേകിച്ച് അളവോ കാര്യങ്ങളോ ഒന്നുമില്ല. എത്രത്തോണ്ട് സേമിയ എടുക്കുന്നുണ്ട് വെച്ചെങ്കിൽ അതൊന്ന് കുതിർന്ന് കിട്ടാനുള്ള വെള്ളം. അതിലേക്ക് ഞാൻ പാകത്തിനുള്ള ഉപ്പും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു ടീസ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് എല്ലാ ഭാഗത്തേക്കും സേമിയയുടെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പും വെള്ളമൊക്കെ ഒന്ന് സേമിയയിൽ പിടിക്കത്തക്ക വിധത്തിൽ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റിച്ച് ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ സേമിയൊക്കെ ആ സമയം കൊണ്ട് കനം കുറഞ്ഞതായ കാരണം പെട്ടെന്ന് നമുക്ക് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അഥവാ കനം കൂടുതലുള്ള കുറച്ച് സേമിയകളുണ്ട്. അപ്പോൾ ആ സേമിയൊക്കെയാണ് വെച്ചിങ്ങനെ ഒരു 5 തൊട്ട് 8 മിനിറ്റ് വരെ നമുക്കൊന്ന് കുതിർത്തിയിട്ട് ഇടാം കേട്ടോ. ഇപ്പോൾ നോക്കൂ, നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൈ കൊണ്ട് നമുക്കിതിങ്ങനെ പിഴിഞ്ഞെടുക്കാനൊന്നും പറ്റില്ല. അതൊക്കെ പൊടിഞ്ഞ് പോയിട്ട് വെച്ചിങ്ങനെ അത് ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ. പിന്നെ പഞ്ഞി പോലെ ആയിട്ടാണ് ഇരിക്കുക, ആകെ പൊടിഞ്ഞിട്ട്. അപ്പോൾ ഒരു അരിപ്പ വെച്ചിട്ട് നമുക്ക് ഒരു ടീസ്പൂണ് സേമിയ അരിപ്പയിലേക്ക് വീഴാത്ത രീതിയിൽ വെള്ളം മാത്രമായിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊക്കെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വാരിയിട്ട് നമുക്ക് പുട്ടിൻ്റെ കുറ്റിയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതുള്ളൂ. അപ്പോൾ വെള്ളം മാത്രമായിട്ട് ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട്, സേമിയ വേർതിരിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഒരു പുട്ടും കുറ്റിയിൽ വെള്ളം വെച്ചിട്ട് ഫ്ലെയിം ഒന്ന് ഓണാക്കിയിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയം നമുക്ക് കുറച്ച് നാളികേരം വേണം. അപ്പോൾ ഞാനൊരു അരമുറി നാളികേരം എടുത്തിട്ട് ഒന്ന് ചിരകിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ നാളികേരം അരമുറി ചിരകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് ജീരകമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ ചെറിയ ജീരകം ഇല്ലേ, നല്ല ജീരകം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ചുവന്നുള്ളിയൊന്നും ഇട്ട് കൊടുക്കണില്ല. നമ്മൾ അരിപ്പൂട്ടിലേക്കൊക്കെയാണ് വെച്ചിങ്ങനെ ചുവന്നുള്ളിയൊക്കെ നൈസായിട്ട് അരിഞ്ഞിടും. ചുവന്നുള്ളിയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, ജീരകം മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ നല്ലതുപോലെ വെട്ടി തിളച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ പുട്ടിൻ്റെ കുറ്റിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ ചില്ലിട്ട് വെച്ചിട്ട് വെറുതെ നാളികേരോ നമ്മുടെ സേമിയൊന്നും ഇടാതെ വെറുതെ ഒന്ന് ആവി കൊള്ളിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൊള്ളിച്ചിട്ട് വെച്ചെങ്കിൽ നമുക്ക് പാത്രത്തിൽ പറ്റി പിടിക്കാണ്ട് നമുക്ക് സേമിയ പെട്ടെന്ന് പുട്ട് നമുക്ക് പറ്റി പിടിക്കാണ്ട് കിട്ടും. അപ്പോൾ ഞാൻ ചില്ലിട്ടു, നാളികേരം ഇട്ടു, സേമിയ ഇട്ടു, അതിൻ്റെ മീതെ വീണ്ടും നാളികേരം ഇട്ടു. നല്ലതുപോലെ ആവി കയറി വന്നിട്ടുണ്ട്. നമ്മുടെ പുട്ട് ഇതാന്ന് പറയുമ്പോഴേക്കും ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ പുട്ടൊക്കെ ഇവിടെ വെന്ത് സൂപ്പറായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി പാത്രം ആയാലും ഞാൻ വെളിച്ചെണ്ണ പറ്റിയിട്ട് ഒന്ന് ആവി കയറ്റിയിട്ട് വെച്ചെങ്കിൽ ഇഡ്ഡലി ഒന്നും അതിൽ തട്ടിൽ പിടിക്കാണ്ട് കിട്ടാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പ്ലെയിനായിട്ടൊന്ന് ആവി കയറ്റിയത്. ഇപ്പോൾ നമ്മുടെ പുട്ട് നോക്കി വെക്കോ, ഇവിടെ സൂപ്പറായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്, കണ്ടില്ലേ. അപ്പോൾ എല്ലാ പുട്ടും നമുക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുട്ട് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ 5 പുട്ട് എനിക്ക് ആ പാക്കറ്റ് കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിയിട്ട് മടുക്കുമ്പോൾ ഒന്ന് സേമിയ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം.
അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പഞ്ചസാരയോ അങ്ങനെ വല്ല പപ്പടമോ വല്ലതും ഉണ്ട് വെച്ചെങ്കിൽ നല്ലത് തന്നെയാണ്. പക്ഷെ അതിൻ്റെ ആവശ്യം ഒന്നുമില്ല, വെറുതെ നമുക്ക് വാരി കഴിക്കാവുന്നതാണ്. എങ്കിലും എനിക്ക് പപ്പടം എന്ന് പറഞ്ഞാൽ ഒരു വീക്കെൻഡ്സ് തന്നെയാണ്. അപ്പോൾ ഞാൻ പപ്പടം കൂട്ടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. വെറുതെ നമുക്ക് ഇതിൻ്റെ കൂടെ കറികളോ അങ്ങനെയുള്ളതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.